ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് തുടർന്നുള്ള നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 verses 17 to 21. റോമൻസ് 12, 17 to 21. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. Praise the Lord. While back in India, some time ago, maybe a few years before, while I was driving on the road, I saw a bumper sticker, and usually in Kerala and even in some parts of North India, they have so many weird bumper stickers. And usually we read of bumper stickers as baby on board. Have you seen that? Baby on board. And sometimes we see bumper stickers like devil on board. And sometimes we see don't get mad, get even. ഇതെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. I think we have seen maybe somewhere here. Don't get mad, get even. അതായത് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൂടുതലും ഇന്ത്യയിലാണ്. അത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരിക്കലൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പം ഒരു ബൈക്കുകാരൻ ഒറ്റയ്ക്കൂടെ കയറ്റി നുഴഞ്ഞ് ഞാൻ നിന്ന വണ്ടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. അദ്ദേഹത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഐ ഹേറ്റ് ടു വെയിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സി ഓൾ ദീസ് തിങ്സ് കം നാച്ചുറൽ ടു അസ്. ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ്. Nobody has to teach a child to get even. ചിലർ പിള്ളേരെ ചുമ്മാ ഇങ്ങനെ കൊട്ടുന്ന കാണാം. അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാരുടെ മുഖത്തടിക്കുന്നേ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഡോണ്ട് അലൗ ദാറ്റ്. അപ്പം ചിന്തിച്ചു, എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് നിർത്താൻ പറ്റുന്നത്? ഡോണ്ട് ഹിറ്റ് ബാക്ക്. ഓക്കെ, അതാദ്യമേ അങ്ങ് പറയാം. ഡോണ്ട് ഹിറ്റ് ബാക്ക്. ഹിറ്റ് ചെയ്യൊന്നും വേണ്ട. ആ കൈ ഇങ്ങനെ പിടിക്കണം. പിടിച്ചേച്ച് പറയണം, നോ, ദിസ് ഈസ് നോട്ട് ടോളറേറ്റഡ്. എന്നിട്ട് കയ്യിലിരിക്കാതെ താഴെ ഇറക്കി വിടണം. കരഞ്ഞോട്ട് 4 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ he will not hit again. He will not. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ബാലൻ ബാക്കി പറ നടക്കേണ്ട വഴി. അതുകൊണ്ട് ഡോണ്ട് ബി ഹിറ്റിംഗ് ദം. ഹിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ വിത്തൗട്ട് ഹിറ്റിംഗ് വി ക്യാൻ ഡിസിപ്ലിൻ. വൈ? ബിക്കോസ് ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം ബാക്കി പറയാം പറ്റിയിരിക്കുന്നു. Folly is bound.
എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ട്. സോ വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു, ഇറ്റ് ബിഗിൻസ് ഫ്രം ബർത്ത്. നോബഡി ഹാസ് ടു ടീച്ച് എ ചൈൽഡ് ടു റിട്ടാലിയേറ്റ്. That is there by nature. So that is our nature. That's what happened when sin fully deformed us. Originally we were formed in the image and likeness of God, but when men fell, sin fully depraved us and deformed us. Am I king of Yamo? Okay. അപ്പോൾ പാപത്താലുള്ള വീഴ്ച നിമിത്തം ഇത് മനുഷ്യന് സംഭവിച്ചു. And that is why when we come to the 3rd chapter of Romans, when you read from verse 10, it uses the human body as an analogy for the complete and total depravity of sin. You can read that when you go home. Read it, meditating on that. And Paul uses various organs of the body to describe, to delineate the awfulness of fallenness of human beings. മനുഷ്യൻ്റെ വീഴ്ച കൊണ്ട് മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ 3-ാം അധ്യായം നമ്മൾ, എന്നിട്ട് താഴോട്ട് നമ്മൾ വരുമ്പോൾ 3-ന്റെ എനിക്ക് തോന്നുന്നത് ഒരു വ്യത്യാസവും, എല്ലാവരും പാപം ചെയ്ത്, അത് 3:23. എന്നാൽ അതിന് മുൻപിൽ തന്നെ there is no one, നീതിമാൻ ആരുമില്ല. There is no one, absolutely no one. Why? Because അതാണ് പാപത്താലുള്ള വീഴ്ച കൊണ്ട് മനുഷ്യന് ഭവിച്ചത്. And our fallenness can be seen from the first cry. ആദ്യത്തെ കരച്ചിലും തൊട്ട് ആ fallenness കാണാം. Nobody has to teach anyone to retaliate. But when you come to chapter 12 of Romans, we have seen that when we are moved by the mercies of God. 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. So we are moved and we have been redeemed, of course. And now after being redeemed, when we think about the redemption, and when we look at the cross, and when we see what God has done freely, അതായത് നമ്മളെ ദൈവം വീണ്ടെടുത്തു, ദൈവം തൻ്റെ കരുണയാൽ, തൻ്റെ കൃപയാൽ സൗജന്യമായിട്ട് നമുക്ക് എന്തു ചെയ്തു തന്നു എന്നുള്ളതിനെ നമ്മൾ കാണുമ്പോൾ പോളിന് പറയാനുള്ളത്, as we are moved by the mercies of God, and it is not only in that emotional തലം, അതായത് മേഴ്സി, ദൈവത്തിൻ്റെ മേഴ്സിയെക്കുറിച്ച് കാണുമ്പം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് കരച്ചിലുണ്ടാകുന്നിരിക്കും, കണ്ണുനീര് വന്നെന്നിരിക്കും. പക്ഷേ ആ ഇമോഷനിൽ അവിടെ നിൽക്കുന്നില്ല. പിന്നെ അവർ മൈൻഡ്സ്
have been renewed to grasp the will of God for the changed situation. Okay? നമ്മൾ പാപികളായിരുന്നു, അവിടെ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ അത് നമ്മൾ ധ്യാനിക്കുമ്പോൾ വി ആർ മൂവ്ഡ്, ഓഫ് കോഴ്സ്. ആ ദൈവത്തിൻ്റെ കൃപയെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര, ദൈവം എന്നോട് കരുണ ചെയ്തല്ലോ എന്നോർക്കുമ്പം സന്തോഷത്തിൻ്റെ കണ്ണുനീര് വന്നെന്നിരിക്കും. എന്നാൽ അവിടം കൊണ്ട് അത് നിൽക്കുന്നില്ല. നമ്മുടെ മനസ്സെന്ത് ചെയ്യുകയാണ്? പുതുക്കം പ്രാപിക്കുകയാണ്. ഇറ്റ് ഈസ് ബീങ് റിന്യൂവ്ഡ്. ഓക്കെ? ആൻഡ് when our mind is being renewed, we are in a position to grasp the will of God for the changed situation. ഓക്കെ? അപ്പം മാറ്റം വന്നു, നമുക്ക് വലിയ മാറ്റം വന്നു. നമ്മൾ മാറിയവരായി, നമ്മൾ വീണ്ടും ജനിച്ചവരായി, നമ്മൾ ദൈവമക്കളായി തീർന്നു. അപ്പോൾ ദൈവമക്കളായി തീർന്നപ്പോൾ ആ മാറിയ സിറ്റുവേഷനിൽ, ഈ പുതിയ ജീവിതത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്തായി തീർന്നു? പുതിയ സൃഷ്ടി. അപ്പോൾ പുതിയ സൃഷ്ടിയായ ആ പുതുക്കപ്പെട്ട സാഹചര്യത്തിന് അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താ? പോൾ പറയുന്നു, Paul is continuing with that we are being renewed so that we may know what is the will of God, what is good and acceptable and perfect. Okay? അപ്പോൾ അവിടെയാണ് അതിൻ്റെ കീ. ആ ഹിഞ്ചസ്, എന്താ പറയുന്നത്, ആ ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഹിഞ്ചസ് അവിടെയാണ്. ഒരു പുതിയ, ഓൾ ടുഗദർ ന്യൂ, എവറിഥിങ് ഈസ് ന്യൂ. യു ആർ എ ന്യൂ ക്രിയേഷൻ ആൻഡ് എവറിഥിങ് ഈസ് ന്യൂ നൗ. ഓക്കെ, ഒരു കാര്യം നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ വായിച്ച ആ ഭാഗം ശ്രദ്ധിച്ചാൽ പ്രധാനമായിട്ടും ഒരു കാര്യമാണ് പറയുന്നത്. ഒന്ന്, one prohibition, and instead of after prohibiting, we are not neutral, rather we are positive. Okay? One is negative, do not. And then being in a state of we don't remain neutral, rather we become positive. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാം. ഡു നോട്ട് അല്ലേ? ഡു നോട്ട് റീപേ നോ വൺ ഈവിൾ ഫോർ ഈവിൾ, ബട്ട് ഗിവ് തോട്ട് ടു ഡു വാട്ട് ഈസ് ഓണറബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ. അപ്പോൾ പോൾ പറയുകയാണ്, yeah, this is the problem of AI. It listens to something and begin talking. Okay, anyway. So, നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോൾ പറയുന്നത് ഡു നോട്ട് എന്ന് പറഞ്ഞേച്ച്, അരുതെന്ന് പറഞ്ഞേച്ച്, പിന്നൊരു ന്യൂട്രലായിട്ട് നിൽക്കുകയല്ല, ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം പറയാം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് പോൾ അത് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇഫ് യു ക്യാൻ include verse 14, do not curse, but what is the counterpart? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഓക്കെ, ശപിക്കാതിരിക്കുക മാത്രമല്ല, പിന്നെന്തോ കൂടെ ചെയ്യണം,
അനുഗ്രഹിക്കാൻ. ഇനി വേഴ്സ് 17, ഡു നോട്ട് റീപേ എനിവൺ ഈവിൾ ഫോർ ഈവിൾ. പിന്നെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഇനിയും അതിൽ 19-ാം വാക്യം, വേഴ്സ് 19, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ അതിന്റെ 21-ാമത്തെ വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഓക്കെ, തിന്മയോട് തോൽക്കരുത്. പിന്നെ പറയുകയാണ് നന്മയാൽ തിന്മയെ. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞേ, തിന്മയോട് തോൽക്കാതിരിക്കുന്നത് വരെ എനിക്ക് വേണേ പറ്റും. പക്ഷേ പ്രശ്നം എന്നാണെന്നറിയോ, തിന്മയോട് തോൽക്കരുതെന്നുള്ളതൊരു വലിയ സ്പിരിച്വൽ കാര്യമൊന്നുമല്ല, അത് ലോകത്തിൻ്റെ ലോയാ അല്ലേ. ഓസ്ട്രേലിയയിലെ ചില സ്ട്രേഞ്ച് ലോ ഞാൻ കേട്ടത്, പണ്ടങ്ങാണ്ട് ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയപ്പം അവൻ കയറി ഏതാണ്ട് ചെയ്യുകയോ ഏതാണ്ട് ഇഞ്ചുറി പറ്റുകയോ ചെയ്തതിന് ആ വീട്ടുകാരനെതിരെ കേസ്. അതിച്ചിരി കടന്ന കൈയായിട്ട് എനിക്ക് തോന്നി. പക്ഷെങ്കിൽ ഞാൻ പറയാൻ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൻ്റെ ഒരു പ്രമാണം, അതായത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഡോണ്ട് ടേക്ക് ലോ into your hands. That is common in world. അപ്പം നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരുന്നാൽ നമ്മൾ വലിയ സ്പിരിച്വൽ ആണെന്നൊന്നും ചിന്തിക്കരുത്. അത് ലോകക്കാരും ചെയ്യുന്ന കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെയാണ് നമ്മൾ ദൈവവചനം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇനിയും 1-2 കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഈ കർത്താവിൻ്റെ ദാസൻ വാച്ച്മാനെയും വളരെ മനോഹരമായിട്ട്, ഓഫ് കോഴ്സ് ചില കാര്യങ്ങളൊക്കെ ഐ ഡിഫർ വിത്ത് ഹിം, ബട്ട് ഇറ്റ് ഹെൽപ്സ് യു ഗ്രോ സ്പിരിച്വലി. പക്ഷേ വി നീഡ് ടു നോ which is to be avoided, which is okay. Sometimes I may not agree with everything he writes, but generally speaking, there are some very, very beautiful things he wrote. അത് ഈ ഭാഗത്തെക്കുറിച്ച്, ഈ റോമാലേഖനം 12-ാം അധ്യായത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അൺലൈക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് സാക്രിഫൈസസ് ദാറ്റ് വർ കിൽഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി കൺസ്യൂംഡ്, എ ലിവിങ് സാക്രിഫൈസ് മീൻസ് എ ബിലീവർ കണ്ടിന്യൂവലി ഓഫേഴ്സ് themselves to God while remaining alive. It is an ongoing choice to live no longer for oneself but for God's pleasure and purpose. അപ്പോൾ ഇതാണ് സത്യത്തിൽ പോൾ പറയുന്ന കാര്യം. ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമിൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ, പണ്ട് ഇവിടെ ആരും പറഞ്ഞു, ഞാനത് അന്നേരം തന്നെ തിരുത്തുകയും ചെയ്തു, എനിക്കൊന്ന് ചെറിയാന്ന് തോന്നുന്നു പറഞ്ഞത്. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലായിരുന്നു നമുക്ക് കാളെ കൊണ്ടുവരണമെന്നായിരുന്നു, പശുവിനെ കൊണ്ടുവരണം, എന്തൊരു ഇപ്പം അതൊന്നും വേണ്ടല്ലോ ഇല്ലേ, ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് ഇപ്പം നമുക്ക് വളരെ എളുപ്പമാണ്. നോ, എളുപ്പമല്ല. ഇപ്പോഴാ ഹാർഡ്. എന്താ വിഷയം? ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമിലെ സാക്രിഫൈസിൻ്റെ ഒരു എളുപ്പം എന്താണെന്നറിയാമോ? അതിനെ കൊണ്ടുവന്ന് കഷണിച്ച്
ഓൾട്ടറെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. പക്ഷേ ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ സാക്രിഫൈസിൻ്റെ, ലിവിങ് സാക്രിഫൈസിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ലിവിങ് സാക്രിഫൈസ് അല്ലേ? വി ഹാവ് always a tendency to preserve us. How? പെട്ടെന്ന് പറയാം. Living sacrifice, okay? So, living sacrifice, the problem or the difficulty is this. When the heat is up, you are there on the altar, your tendency is to crawl down from the altar. When you really feel the heat, മനസ്സിലായോ? ജീവനുള്ള യാഗത്തിൻ്റെ ബുദ്ധിമുട്ട് എന്നാണെന്നറിയാമോ? അത് യാഗപീഠത്തിന്മേൽ ഇങ്ങനെ ഇരിക്കുമ്പം തീ, when the high priest turn up the heat, a high priest who is always living there, of course he is interceding for us, but he sometimes turns up the heat. We have a tendency to crawl down. അത് അവിടെയായി പ്രശ്നം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിഷയമാണ്. അത് നിങ്ങൾ നോക്കിക്കേ, ഇതാ ഞാൻ പറഞ്ഞത്, ലിവിങ് സാക്രിഫൈസ് അല്ലെങ്കിൽ ജീവനുള്ള യാഗം, പുതിയ നിയമത്തിലെ ജീവനുള്ള യാഗമാണ് ബുദ്ധിയുള്ള ആരാധന. പുതിയ നിയമ ആരാധന അതാ. ആ പുതിയ നിയമ ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ശരീരങ്ങളെ, ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പ് ഈസ് that I offer my bodies as a living sacrifice. I always have the tendency to preserve myself from the heat. I want to avoid it at any cost. I don't want to be consumed. I want to preserve myself. So the tendency is there. But look at this. So when we offer our bodies to God, you can follow that train of thought from first verse itself. Number one thing is we develop a sober self-image. അതിൻ്റെ ആദ്യത്തെ പടി എന്താണെന്നറിയോ? ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു വരികയില്ല, താഴും. ഓക്കെ? Then love for one another. That's what we have seen. And okay, loving one another, ഇതൊക്കെ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതങ്ങ് മുകളിലോട്ട് പോകുകയാണ്. It is in ascending order. Okay, we offer, then we have a sober self-assessment. Okay, we are willing to assess ourselves before the presence of God. പണ്ടൊരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു കേട്ടതാ, അയ്യോ ഒരു വലിയ ഉണർവ് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഭയങ്കര പ്രസംഗവും ഒരു വലിയ ആരാധനയും കൈയോട്ട് ഒരു സഹോദരി പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ചവിട്ടുമത്തയാക്കണേ, എന്നെ ഫ്ലോർ മാറ്റാക്കണേ. പക്ഷേ അങ്ങോട്ട് ഇറങ്ങിയപ്പം ആരാണ്ട് ചെരുപ്പ് മാറിയിട്ടുണ്ട് പോയി. അപ്പോഴത്തെ മുഖത്തല്ലായിരുന്നോ കണ്ണ്? എൻ്റെ ചെരുപ്പാരാണ്? പുത്തൻ ചെരുപ്പ് ഈയിടെ മേടിച്ചതാണ്. ആകെപ്പാടെ സഭാഹോളിൻ്റെ വെളി പ്രശ്നം. ഞാൻ പറഞ്ഞത്, that is the problem. It is a real problem. It is easy when you have that emotional stirring up within the four walls of a hall. It is, you can take such committed decisions. And as soon as we go out, that is where, according to Paul,
the real worship starts. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളൊരു കാര്യം, ചുമ്മാതെ ദൈവിക ആരാധനയെ വെറുതെ തരം താഴ്ത്തുന്ന പാട്ടുകളൊന്നും പാടരുതെന്ന്. എന്തുവാ, ആരാധിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും, എല്ലാം ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമേ പറയാനുള്ളൂ. നമ്മൾ ആരാധിച്ച് ഇങ്ങോട്ട് കിട്ടും. നോ, കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നേ? കേവലം വാക്കുകളല്ല, പിന്നെന്താ? നമ്മളെ തന്നെ കൊടുക്കുക. അങ്ങനെ ഞാൻ ഓഫർ ചെയ്യുക. അങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? So when I offer myself, every relationship of mine is transformed. Every relationship is transformed. My relationship to myself, that is, I have a real assessment of myself in God's presence. Who am I, Lord? What am I? I'm not as great as I thought I was, and I am not as spiritual as my sermon sounded some time ago. Now I realize I'm not as spiritual as my sermon sounded. I know. Thank you, Lord, for teaching me that. See, അവിടെയാണ് തുടങ്ങുന്നത്. ആ സെൽഫ് അസസ്മെന്റ് തുടങ്ങിയിട്ട് then it goes to love for one another, and then it goes beyond that, where loving and serving not the brethren but the enemies. അതാണ് ഇവിടെ വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെയാണ് സത്യത്തിൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോൾ ഇവിടെ പറയുകയാണ്. Let's see that verses quickly. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. Okay, so non-retaliation was a basic teaching early on in the Christian church. It was basic. For example, അതായത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നുള്ളത് ആദ്യം മുതലേ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന പഠിപ്പിക്കലുകളിലൊന്നായിരുന്നു. ഉദാഹരണത്തിന് 1 Thessalonians 5:15, 1 Peter 3:9. So this teaching was not a novel invention by Paul. Rather, of course, he taught it, and even Peter taught this. If you can read these verses, 1 Thessalonians 5:15 and 1 Peter 3:9. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. നോക്കുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക്. അതിന് 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. Okay, now where did Apostle Paul and Peter got this? They got it from their Lord. Matthew 5:39, Luke 6:27. ഇത് പത്രോസിന് അപ്പോസ്തലനാകുന്ന പൗലോസിനും കിട്ടിയത് എവിടുന്ന? കർത്താവിൽ നിന്ന്. വായിച്ചു, മാത്യു 5:39. ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നോക്കുക, ദുഷ്ടനോട്, നോട്ട് അബൌട്ട് ദ ബ്രദറൻ ഇൻസൈഡ്, പക്ഷെ ദുഷ്ടനോട് എതിർക്കരുത്. എന്നിട്ട് ഇനി ലൂക്കോസ് 6:27 കൂടെ ഒന്ന് വായിച്ചുള്ളൂ പെട്ടെന്ന്. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ.
നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം Is ചെയ്തു. that possible? മൗനമായി പോയി. If it is not possible, then we are not born again. Why? Why? ആ പോസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രാക്ടിക്കലി നമ്മൾ ആയോ ഇല്ലയോ എന്നുള്ളതല്ല. ആയില്ല, ആകണം. അതുകൊണ്ടാണ് പ്രബോധനം തരുന്നത്. മനസ്സിലായി? ഓട്ടോമാറ്റിക് വരുന്നതല്ല. These things have to be taught. Just as a child has to be disciplined and taught, we also need to be taught and disciplined. And that is why the Bible teaches us. This is what becoming of a child of God, it is telling us. So it paints the pictures, and once we realize it is impossible with me, what we do? What we do we run to the Lord for mercy. Lord, help me, I am unable, I cannot. So that is the purpose of these commandments, exhortations in the New Testament. ഇത് കേവല ലോ കീപ്പിംഗ് അല്ല, ചില ന്യായപ്രമാണം പറഞ്ഞു തരികയല്ല. ഇത് അതിനുപരിയായിട്ട് ഓക്കെ, ഇത് പോസിബിൾ ആണോ അല്ലയോ? If you can please turn with me to chapter 5. Verse 6 onwards. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ ആരായിരുന്നു? അഭക്തർ. അടുത്തത്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ നമ്മൾ ആരായിരുന്നപ്പോഴാ ക്രിസ്തു മരിച്ചേ? പാപികൾ. നെക്സ്റ്റ് ക്രിസ്തു നാം പാപികളായി. Okay, number 1, we were weak. Secondly, we were sinners. And thirdly, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണം. While we were enemies. So Christ died for enemies, and the Father gave his Son to die on the cross on the basis of his love for his enemies. അല്ലേ? ശത്രുക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? കർത്താവ് മരിച്ചത്. പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയിട്ട്? ശത്രുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഇപ്പം നമ്മൾ ആരായി തീർന്നു? ആ പിതാവിൻ്റെ മക്കളാണോ? അതാ പറയും, പിതാവിൻ്റെ സീഡ് നമ്മളിൽ ഉണ്ട്. വി ഹാവ് ദ സീഡ്. നോക്കിയേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി, പൊസിഷനലി we have become children of the Father. Now, constantly and gradually, as we see the mercies of God, as we offer ourselves on the altar as living sacrifice, and as a result of our mind being renewed, we grasp God's will for our life. Oh, we want to be changed. And we think of God loving his enemies. And we have God's nature in us. That is when this impossible things becomes possible. അതാ ഇത്, പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ
ഒരു ഗിൽറ്റി ഫീലിങ്ങിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നോ, നമുക്ക് നമ്മുടെ അപര്യാപ്തതയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കർത്താവിങ്കലേക്ക് തിരിയണം. അതാണ് ഉദ്ദേശം. അതാ ദൈവവചനം പഠനം. അതാണ് നമ്മളിൽ സാധിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ഇൻ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, പ്രോവർബ്സ് 20:22, 24, 29. സദൃശ്യവാക്യങ്ങൾ 20, 22, 24, 29. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. നോക്കുക. സോ റിട്ടാലിയേഷൻ അത് ദൈവമക്കൾക്ക് ഉള്ളതല്ലെന്ന് പറയുമ്പോൾ തന്നെ അത് ലോകമനുഷ്യർക്കും റിട്ടാലിയേഷൻ പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഐ കനോട്ട്. പണ്ടൊക്കെ നാട്ടിൽ ആരെങ്കിലും നമ്മുടെ വണ്ടിയെ വന്നിടിച്ചാൽ ഉടനെ ഇറങ്ങി അവനെ തല്ലുന്നവരുണ്ടായിരുന്നു. ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ നടക്കുമോ? നാട്ടി ഓടിച്ചേച്ച് വന്നേച്ച് ആരെങ്കിലും തല്ലുമോ? പിന്നെ ഫ്രീ അക്കോമഡേഷനും ഫുഡും കിട്ടും, ഇല്ലേ? തീർച്ചയായിട്ടും കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പേഴ്സണൽ വെഞ്ചിയൻസ് അത് ദൈവമക്കൾക്കെന്നല്ല, ലോകമനുഷ്യർക്ക് പോലും അതൊരു ന്യായമായ കാര്യമാണ്. അപ്പോൾ ദൈവമക്കൾ അതിൻ്റെ അപ്പുറമാണ്. അല്ലാതെ ആ ലെവലിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇനി ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും. 24-29, 24-29 കൂടെ. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. നോ. സോ right from the Old Testament and through the lips of Jesus and from the pen of the apostles, this ethical teaching of no retaliation was basic and fundamental early on in the first century church. അതാ ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഇനി when Paul says do not, Christian teaching, as I have already said, it is not purely negative, because each of Paul's, as we have just seen, Paul's negative imperative is accompanied by a positive counterpart. And in verse 14, thus we are not to curse but to bless. 17-18, we are not to retaliate but to do what is right and to live at peace. Okay, നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. ഓക്കെ, in English, repay no one evil for evil, but give thought to do what is honorable in the sight of all. What does Paul mean? What is honorable in the sight of all? Honorable in the sight of God is that which is perfectly in alignment with God's word. Okay, ദൈവവചനത്തിന് ചേർന്നു പോകുന്ന രീതിയിൽ, ലോകത്തിൻ്റെ പ്രമാണവും അല്ല അവിടെ വരുന്നത്, മനുഷ്യൻ എല്ലാവരുടെയും ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു. അതിനനുസരിച്ച് സകല മനുഷ്യരുടെയും മുൻപാകെ യോഗ്യമായത് മുൻകരുതി എന്ന് പറയുമ്പോൾ ലോകത്തിലെ കാര്യമല്ല പറയുന്നത്, ദൈവവചന കാര്യം തന്നെയാണ്. ഇനി നെക്സ്റ്റ്, അടുത്തത്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. ഓക്കെ, ഇതെന്നാ ഇവിടെ? ഓക്കെ, ബൈബിൾ ഈസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഐഡിയൽസ് ആർ
up there. വളരെ ഉയരത്തില്ല അതിൻ്റെ ടീച്ചിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബൈബിൾ ഈസ് സോ റിയലിസ്റ്റിക്. വൈ? അതെന്നാ? ഇഫ് പോസിബിൾ, സോ ഫാർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഇത് ചിലർ പറയുന്നത് അത് ഇത് നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സോ ഫാർ നിങ്ങളാൽ കഴിയുമെങ്കിൽ എന്ന് പറയുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമാണ്. അത് നമ്മുടെ വീക്ക്നെസ്. ബിക്കോസ് ഒരിക്കൽ ഒരാൾ പറഞ്ഞിങ്ങനെ, എനിക്ക് ഭയങ്കര കോപം വരും കേട്ടോ, അന്നേരം നിങ്ങളാരും ഒന്നും മിണ്ടരുത്, എന്നുണ്ടേ ഇവിടെ സമാധാനം നടക്കും. ഓക്കെ, അല്ലെ? അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്നേരം അപ്പം അയാൾ ചിന്തിക്കുക, ആ ആൾ ചിന്തിക്കുക, ആ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, എന്തുവാ? നിങ്ങളാൽ ആവോളം. എനിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, എനിക്ക് ഇച്ചിരി മുൻകോപമുണ്ട്, എനിക്ക് ഇച്ചിരി കുഴപ്പങ്ങളുണ്ട്, അത്രേ ഉള്ളൂ എനിക്ക്, അതിനപ്പുറം പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ വചനത്തിലും ഉണ്ടല്ലോ എന്ത്? ആവോളം, നിങ്ങളാൽ ആവോളം. വചനവും പറയുന്നുണ്ടല്ലോ. അതല്ല, പിന്നെന്താ? ഒരാളിനോട് പറഞ്ഞ, പക്ഷേ ഞാൻ ഒരു ദിവസം സൺഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കൈ കൊടുത്തു. ആളെനിക്ക് കൈ തന്നില്ല. നിനക്ക് കൈ ഞാൻ തരികയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അന്ന് എന്നോ ചെയ്യാൻ പറ്റും? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഞാൻ നിന്നോട് സമാധാനമായിരിക്കാം, ഒരു കണ്ടീഷൻ പറയുക, ഇന്ന പോലെയൊക്കെ നീ ചെയ്യണം. ഭയങ്കര കണ്ടീഷനാണ്. അവനാകപ്പാടെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്, സോറി, അങ്ങനെയൊന്നും പറ്റുകയില്ല, സോറി, ഞാൻ പറയുന്ന പോലെ പറ്റുകയില്ല. എങ്ങനെയാ പറ്റുന്നത്? He wants to be reconciled with me, but I set a term which at times unreasonable. How can there be peace? No, there won't be any peace. I cannot do that, or you cannot do that. ഇപ്പം നിങ്ങൾ എന്നോട് വന്നൊരു കാര്യത്തിൽ സോറി പറയുക. അപ്പോൾ സോറി പറയുന്നതാണ് ഞാൻ പറയും, നോ, അങ്ങനൊന്നും സോറി പറഞ്ഞാൽ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പം ആരുടെയാ? നിങ്ങളുടേതല്ല കുഴപ്പം എൻ്റേതാ. അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പറയുന്നത്. നിങ്ങളാൽ, ഞാനതാ പറഞ്ഞ, ബൈബിൾ റിയലിസ്റ്റിക്കാണ്. Bible knows there are certain situations where people may not be willing to be peaceful with you. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പം എല്ലാം മറാഠികളാണ്, ചുറ്റും മറാഠികൾ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവരോട്. അപ്പോൾ ഒരു ദിവസം വന്നേച്ച് പറഞ്ഞു, പ്ലീസ് പാദ്രി സാബ് വരണേ, ഇന്ന് ഞങ്ങളുടെ ഹൽദി കുങ്കും എന്ന് പറഞ്ഞാൽ അറിയാമോ? ഹൽദി കുങ്കും എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹാരാധനയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞളും അതൊക്കെ ഇട്ട് ഒരു വലിയ പരിപാടിയാണ്. അതിന് വരണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, സോറി, വി ക്യാനോട്ട് കം ഫോർ ദാറ്റ്. എന്തോ പറ്റിയെന്നറിയോ? പിന്നെ അവർ കണ്ട മോഹവും തരത്തില്ല,
See, that is beyond us. When, for example, I know we are living in such a world where some of us, we don't want to talk about that. Father and mother are of the same sex. Okay. If they set a term that if you can accept this, I have friendship with you. Sorry, I cannot. മനസ്സിലാകുന്നുണ്ടോ? So far as it is, എന്താ പറയുന്നേ, നിങ്ങളാൽ കഴിയുവോളം, if possible, so far as it depends on you, live peaceably. There are certain situations where we cannot compromise on the moral principles of God's word. There we cannot be at peace. അതാ അതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ ഷോർട്ട് ടെമ്പേർഡ് എല്ലാവരും സഹിച്ചോണമെന്ന് പറയുന്നതല്ല ഇവിടെ. അതല്ല വാക്യത്തിൻ്റെ അർത്ഥം. ഞാനതാ പറഞ്ഞേ, ദൈവവചനം വളരെ വളരെ വ്യക്തമായിട്ടാണ് നമ്മളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ, ഓക്കെ, അത് നമ്മൾ തന്നെ പ്രതികാരം ചെയ്യേണ്ട. എല്ലാ ദൈവകോപം ഒന്നുകിൽ ക്രൂശിൽ ഞാൻ ചെയ്തതിന് ആ കോപത്തിൽ കൂടെ എനിക്ക് രക്ഷ കിട്ടും. ദൈവകോപം ക്രൂശിൽ ചൊരിഞ്ഞതിലൂടെ അവിടെ പ്രതികാരം ചെയ്യപ്പെടുകയാണ് എനിക്ക് വേണ്ടി. അല്ലെങ്കിൽ നരകത്തിൽ അതെനിക്ക് കിട്ടും. രണ്ട് വഴിയിലൊന്നേ ഉള്ളൂ. എയ്തർ അവിടെ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധി അവിടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നരകം. അപ്പോൾ അത് ദൈവമാണ് ചെയ്യുന്നത്. ഓക്കെ, ദൈവമാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സോ അപ്പോൾ നമ്മൾ സത്യത്തിൽ അവിടെ പോൾ എന്നാ പറയുന്നേ, അൾട്ടിമേറ്റ്ലി ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. നമ്മൾ പറയും നീതിമാനാകുന്ന ദൈവമാ, എല്ലാം കാണുന്നുണ്ട് കേട്ടോ, അത് നമ്മളാ പറയുന്നേ. പക്ഷെ ദൈവത്തിനറിയാം. God knows every thought behind a word. He knows. So നീതിയുള്ള ദൈവം ആ കാര്യം ചെയ്തോളും. We don't have to worry. On the other hand, what we need to do? Verse 20. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. This is a quotation from Proverbs 25:21 following. Okay, ഇത് സദൃശ്യവാക്യം 25-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളുടെ ഒരു ഉദ്ധരണിയായത്. ഇത് 3 നിലകളിലാണ് ഇതിനെ വ്യാഖ്യാനം. There are at least 3 interpretations of this, because this phrase, next, can you show the next verse? That you will heap burning coals on his head. This burning coals, this phrase is normally referred to in the Old Testament as God's judgment. ഓക്കെ, ഇത് പൊതുവേ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്, പല വാക്യങ്ങളുണ്ട്, ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല സമയം തീരുന്നതുകൊണ്ട്. ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിക്കാനാണ് ഈ വേദഭാഗം ഉപയോഗിക്കുന്നത്. നോർമലി ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ബേണിംഗ് കോൾസ് ഓൺ ഹിസ് ഹെഡ്. അപ്പം ചിലർ ചിന്തിക്കുന്നത് ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുത്താൽ അവനെന്തോ പറ്റും, അവൻ്റെ മേലെ തീക്കനൽ. പണ്ടൊരിക്കൽ ഒരു വഴക്കുണ്ടാക്കിയ അമ്മായിയമ്മയും മരുമോടെയും സ്റ്റോറി കേട്ടിട്ടുണ്ട്. സ്റ്റോറിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ എന്നും വഴക്കും അടിയും ബഹളമാണ്. ഓൾ ഓഫ് എ സഡൻ
മരുമോൾ അങ്ങ് മാനസാന്തരപ്പെട്ടു. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്നോ പറ്റി കുഞ്ഞമ്മ എന്ന് പേരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നോ പറ്റി കുഞ്ഞമ്മേ? കുഞ്ഞമ്മ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ സാക്ഷ്യവാക്യം വായിച്ചപ്പോഴൊരു വാക്യം എനിക്ക് കിട്ടി. എന്നാ? ദീദി വാക്യമാണ്, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മ. ഞാൻ മരുമോടെ കാര്യം മാത്രം പറഞ്ഞ് ക്ഷമിക്കണം, അമ്മായിയമ്മമാരും ഉണ്ട് അങ്ങനെ. ഓക്കെ, നമ്മുടെ കാര്യമല്ലേ കേട്ടോ, വേറെ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു വാക്യം, വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യും. കാരണം അതന്നെ അതിതാ. കാരണം നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ. മോള് സിസ്റ്റർ പിന്നെ ഇതൊന്ന് കഥയൊന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ഷി വിൽ ടെൽ യു ദ സ്റ്റോറി. ഓക്കെ, ദിസ് ഈസ് എ സ്റ്റോറി ഇല്ലസ്ട്രേഷൻ. പിന്നെ ഇത് അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്നറിയോ? നമുക്ക് തീക്കനൽ അവൻ്റെ തലേ വീഴും, അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ every verse has to be interpreted in the context. And what is the context here? Non-retaliation. And not only non-retaliation, but instead of paying evil for evil or being neutral, but being good. That is the context. So in the context, when you look at this, that is not the meaning. And some interpreters think it is a symbol of shame because, അവർക്കൊരു ലജ്ജ ഉണ്ടാകും. അതാണ് തീക്കനൽ കുന്നിക്കുമെന്ന് പറഞ്ഞാൽ. അതായത് ഓക്കെ, അവനെ ഞാൻ ഇത്രയും ഉപദ്രവിച്ചിട്ടും ആൾ എന്നോട് സ്നേഹത്തോട്ട് പെരുമാറിയല്ലോ, അപ്പോൾ ഒരു ഷെയിം തോന്നുമെന്ന് ആ നിലയിൽ. ബട്ട് ദർ ഈസ് അനദർ ഇൻ്റർപ്രിട്ടേഷൻ വിച്ച് ഐ തിങ്ക് is in the context is more apt. It is a symbol of repentance. Why? Because there was a custom in the old Egyptian, it is there. It is documented. There was a custom. If somebody repents, if there is a dispute or if there is a quarrel between two people, if someone really repents, what he has to do? He has to go to the deity, and in front of the deity there is this fire always burning. And what does he do? As a symbol of his repentance, he will pick up some coals, burning coals from the fire, and put it in a chatti. What is that? In a vessel. ഒരു വെസലിനകത്തിട്ടിട്ട് അത് അവൻ്റെ ഞാൻ റിപ്പൻറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ സൂചകമായിട്ട് 4 പേരുടെ മുന്നിൽ ഇങ്ങനെ നടക്കും. അങ്ങനൊരു ആചാരം ഉണ്ടായിരുന്നു. അപ്പം many interpreters think maybe this was in Paul's mind when he wrote this. എന്താ അത്? When we really live up to our colors. What is our color? We are the children of the forgiving, all-loving Father. So when we live up to our true colors, there will be, as a result of that, repentance on the part even of our enemies. That is the thing here. ഇതാണ് പോൾ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവമക്കളായിട്ട് ജീവിച്ചാൽ, സംടൈംസ് ഇറ്റ് ഈസ് ഓക്കെ, ലീവ് വെഞ്ചൻസ് ടു ഫോർ ഗോഡ്. ദൈവം പ്രതികാരം ചെയ്തോട്ടെ, ഈവൻ ഇഫ് നത്തിങ് ഹാപ്പൻസ്, ദാറ്റ്സ് ഓക്കെ. ബട്ട് സംടൈംസ് പീപ്പിൾ വിൽ ടേൺ ടു ഗോഡ്, ദേ വിൽ റിപ്പൻറ്റ്. So that is the promise here. And Paul finishes that. തിന്മയോട് തോൽക്കാതെ നന്മയാൽ. Okay, that is very difficult
But as somebody has rightly said, doing evil for good is devilish. Doing good for good is human. Doing good for evil is divine. അതായത് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. അതല്ലേ? ചിലപ്പം നാട്ടിലൊക്കെ പറയുന്നത്, അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നതാ യോഗത്തിന്, അതുകൊണ്ട് നമുക്കും പോകണം കേട്ടോ. എന്തുവാ? നന്മയ്ക്ക് പകരം നന്മ. എന്നാൽ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ പോകും. അതൊരു വെഞ്ചൻസ് അല്ല, ബിക്കോസ് യു ലവ് ഗോഡ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ അത് പൈശാചികം. നന്മയ്ക്ക് പകരം നന്മ ചെയ്താൽ അത് മാനുഷികമേ ആകുന്നുള്ളൂ. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നെങ്കിൽ അത് ദൈവീകമാകും. അതുകൊണ്ട് ആരും ചിന്തിക്കരുത്, എന്നെ ഒരു വഴക്കുണ്ടാക്കിയവനോടൊന്നും ഞാനൊന്നും പറയുന്നില്ല, ഞാൻ വരും, ആരാധിക്കും, ഞാൻ പോവും. അതൊന്നും വലിയ കാര്യമൊന്നും അല്ലെന്നേ. ചുമ്മാ ഇതൊക്കെ വെറും കളിപ്പീര് പരിപാടിയാണ്. When we truly offer ourselves on the altar, when we truly have seen the mercies of God, when we are truly changed by the grace of God, when our minds are renewed. Christianity is not mindless. Mind, നമ്മുടെ ബുദ്ധിയുള്ള ആരാധന, ബുദ്ധിയുള്ള മനുഷ്യൻ. ബുദ്ധിയിൽ ശിശുക്കൾ ആകരുത്. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. ഇറ്റ് ഈസ് നോട്ട് എ മൈൻഡ്ലെസ് റിലീജിയൻ. ബുദ്ധി, മൈൻഡ്. അപ്പോൾ അത് വന്നു കഴിയുമ്പം വി ആർ ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ എവറി റിലേഷൻഷിപ്പ്. ആൻഡ് ദിസ് ഈസ് അക്സെപ്റ്റബിൾ വർഷിപ്പ്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.